പുതിയ ഹൈവേ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. പുതിയ നിയമപ്രകാരം ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് ഇന്നു മുതൽ UPI വഴി മാത്രമേ ടോൾ പ്ലാസകൾ പണമടയ്ക്കാൻ സാധിക്കൂ. തിരക്കുകൾ ഒഴിവാക്കുന്നതിനും യാത്ര സുഗമമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്ന് പറയുന്നു. PR അരവിന്ദ് വീണ്ടും മോർണിംഗ് ഷോയിൽ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അരവിന്ദ്, അതുതന്നെയാണോ ലക്ഷ്യം? പറയൂ. യാത്രകൾ കൂടുതൽ സുഗമമാക്കാനും ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് പുതിയ ഹൈവേ നിയമങ്ങൾ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. പ്രധാനമായും ടോൾ ബൂത്തും അതുപോലെ തന്നെ ഫാസ്ടാഗുമായി ബന്ധപ്പെട്ടാണ് മാറ്റങ്ങളുള്ളത്. നേരത്തെ ഒരു യാത്രക്കാരന് ഫാസ്ടാഗ് ലഭ്യമല്ലെങ്കിൽ നേരിട്ട് ആ ടോൾ ബൂത്തിൽ പണം നൽകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു സംവിധാനം ഇനി മുതൽ ഉണ്ടാകില്ല. ഇനി UPI വഴി മാത്രമായിരിക്കും ഈ യാത്രക്കാരന് ടോൾ ബൂത്തിൽ പണം നൽകാൻ സാധിക്കുക. ഇതുകൂടാതെ തന്നെ ഇത്തരത്തിൽ ഫാസ്ടാഗ് ഇല്ലായിരുന്നെങ്കിൽ മുൻപ് ടോൾ ബൂത്തിൽ നമുക്ക് നൽകേണ്ട തുകയുടെ ഇരട്ടി നൽകേണ്ടി വരും. ഒരു 100 രൂപയാണ് ടോൾ ബൂത്തിൽ നൽകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ അത് 200 നൽകേണ്ടതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരം ഒരു തുകയിൽ വലിയ രീതിയിലുള്ള ശതമാനം മാത്രമായിരിക്കും യാത്ര ഫാസ്റ്റ് അല്ലെങ്കിൽ അധികമായി നൽകേണ്ടി വരിക. എന്തായാലും യാത്ര കൂടുതൽ സുഗമമാക്കാനും ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ടോൾ ബൂത്തുകളിലെ തിരക്കുകളടക്കം ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പുതിയ ഹൈവേ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. 2008 നിയമത്തിലാണ് ഭേദഗതി കൊണ്ടുവന്ന് ഈ ഒരു പരിഷ്കരണം കേന്ദ്ര സർക്കാർ നടത്തിയത്. അതേസമയം ഫാസ്ടാഗ് എല്ലാ വാഹനങ്ങൾക്കും നിർബന്ധമാക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നൽകിയിരുന്നു. പക്ഷേ പല ടോൾ ബൂത്തുകളിലടക്കം ഈ ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് UPI എന്ന ഒരു ക്രമീകരണത്തിലേക്ക് മാത്രം ഇപ്പോൾ ഈ ഫാസ്ടാഗ് സംവിധാനം പോയിരിക്കുന്നത്. എന്തായാലും ഫാസ്ടാഗ് ഇല്ലെങ്കിൽ 25% അധികം തുകമായി യാത്രക്കാർക്ക് നൽകേണ്ടി വരിക. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.